ആകെ ടൈറ്റ് ആയിട്ടുള്ള ഏരിയ വന്നിട്ട് ആൾക്കാർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് പൊന്നിന്റെ ഇതിലാണ് ആള്. വേറെ ചില വിദ്വാന്മാര് 1900 വിൽക്കണവരൊക്കെ ഉണ്ട്. കഴിച്ചു വെക്ക്. പച്ച കളറ് ഇത് 917 അല്ലെങ്കിൽ പറഞ്ഞോളാം. നെയ്യില് വറുത്ത അണ്ടിപ്പരിപ്പിട്ട് പുത്തൻ പെട്ടി ഇന്ന് പൊട്ടിച്ചിട്ടുള്ള ബെല്ലാരി രാജാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബെല്ലാരി സഗായി സക്കായി ഇപ്പൊ ഇത്തിരി വലിപ്പുള്ള ടീമാണ് കേട്ടോ. എന്നെ തീറ്റിച്ച് കൊല്ലും. ഈ 100 സ്ക്വയർ ഫീറ്റ് താഴെ ഇത്ര സ്റ്റോക്ക് ഉള്ള ഒരു കട കേരളത്തിൽ ഉണ്ടെങ്കിൽ അറിയിക്കണം. മദ്യജോൾ എന്നിട്ട് മദ്യം ചോദിച്ചോളാനാ നമ്പർ 1 വിത്തിട്ടാ. അടിപൊളി സാധനമാണിത്. ഏറ്റവും നല്ല പിസ്ത തോട് കളഞ്ഞിട്ടുണ്ട്. വേറെ ഐറ്റം കാണിച്ചു. ഞാൻ നല്ലൊരു സാധനം അടിച്ചു കയറും. ഇത് ഞാൻ ഓണത്തിന് ഗംഭീരമായ ആഘോഷമാണ് ഇപ്പൊ ചെയ്യാൻ പോണത്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിലെ പണി എപ്പോഴും നാറാണത്തെ ഭ്രാന്തന്റെ പോലെയാ. അല്ല എന്തൊരു ചെയ്യണ ചേട്ടൻ? എന്തൊരു ചെയ്യണേ? അതൊക്കെ ഉണ്ട്. ഈ മുള എങ്ങനെ എടുത്തോണ്ടോണേ? മുളത് ഇവിടെ ഒതുക്കി വയ്ക്കാൻ പോണു. ഇവിടേക്കാ? അതിപ്പോ അവിടെ ഒതുങ്ങിയിരിക്കണ്ടല്ലോ. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണ്. ഞാൻ കോഴിക്കൂട് പൊളിക്കാൻ പോണ്. കോഴിക്കോട് പൊളിക്കാൻ പോവാ ഞാൻ. അപ്പൊ കോഴിക്കോട് പൊളിക്കാനായിട്ട് മുരളിയേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ? ആള് ഇന്ന് വന്നിട്ട് ഇന്ന് വിചാരിച്ചിട്ടാ. ആളൊക്കെ വേറെ സ്ഥലത്ത് പണിയുണ്ട്. ഇവിടെ ഇത് കണ്ടില്ലേ, ഇതിന്റെ ഉള്ളിലൊക്കെ വല്ല പാമ്പ് ആണല്ലേ. ഈ പാമ്പൊക്കെ വന്ന് എടുക്കും. മറ്റേ ചേര വന്ന് എടുക്കുമ്പോ പിന്നെ മൂർക്കം വരും. അപ്പൊ പൊളിക്കാൻ പോവാ. പൊളിച്ച് കംപ്ലീറ്റ് ഒതുക്കി വയ്ക്കാൻ പോകാനല്ലേ ഞാനോട് പറഞ്ഞു. അതാ അവർക്കാവുമ്പോ അതിൻ്റെതായ രീതിയിൽ അത് പൊളിക്കാൻ പറ്റും. ചേട്ടൻ ചെയ്തിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അത് ചെയ്യുമ്പോ. ഞാനേ കൊണ്ടിട്ട് അത് ഇപ്പൊ അതിരിക്കണ സ്ഥലം ഒഴിച്ച് ബാക്കി സ്ഥലം ഉണ്ടല്ലോ ഇനിയും കൊറേ. അവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് എത്തിയാ പോരെ. അപ്പോഴത്തേക്ക് മുരളിയേട്ടൻ വരില്ലേ? വല്ല പാമ്പ് വന്നിരിക്കുന്നത്. പാമ്പ് അതാ പറഞ്ഞ അതിന്റെ അടുത്ത് പോണ്ടാന്ന്. ബാക്കി സ്ഥലങ്ങൾ ചെയ്യ്. ബാക്കിയാ? അതല്ലെങ്കിൽ ഇപ്പൊ മുരളിയേട്ടൻ ഒഴിവില്ലെങ്കിൽ വേറെ ഏതെങ്കിലും അണ്ണന്മാരെ ആരെങ്കിലും വിളിച്ചിട്ട് പൊളിക്കാം. അങ്ങനെ മതിയാ? ഞാനിതാണ്ട് പൊളിച്ചു കഴിഞ്ഞ ഇവിടെ നല്ല വൃത്തിയായില്ലോ. അത് വൃത്തിയാവും. പക്ഷെ എന്നാലും അപ്പൊ നീ എന്ത് ചെയ്യാൻ പോണു? ഞാൻ ആരോ വരുന്നു. സബ്സ്ക്രൈബേഴ്സ് ആരാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് വരാം. എൻ്റെ കണ്ണുകളിലേക്ക് ക്യാമറ കൊടുത്ത് നോക്കിയേ. ആരാണെന്നുള്ള ആകാംക്ഷ എൻ്റെ കണ്ണുകളിൽ കാണാം. നോക്കട്ടെടാ. ഇത് നമ്മുടെ രാജൻ ബാബു ചേട്ടനല്ലേ? ഫ്രൂട്ട്സ് ചെളിയിൽ ചവിട്ടണ്ട സൈഡിൽ ഓടവാ. നമ്മൾ വീണ്ടും കാണാണ്. 1.5 വർഷം മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് പിന്നെ അവിടേക്ക് വീണ്ടും വന്നിട്ടുണ്ടല്ലോ നട്സ് വാങ്ങിക്കാൻ. ചേട്ടൻ ഉണ്ടാവാറില്ല ആ സമയത്ത്. ഇദ്ദേഹം നമ്മുടെ സുഹൃത്താണ്, എന്റെ നെയ്ബറാണ്. അത്യാവശ്യം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ ലോർപ്പന്റെ മാമൂസ, ഇതൊക്കെയാണ് ഏറ്റവും മതിപ്പുള്ള സിനിമകളിൽ പങ്കെടുക്കാൻ പറ്റും. 27 പടങ്ങളിൽ അഭിനയിച്ചു. 27 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്നലെ പോയിട്ട് കുറ്റം. മിന്നൽ മുരളി, ജാനമ്മൻ, പ്രണയമീനുകളുടെ കടൽ, ജാനമനില് ഒരു പപ്പന കണ്ടിട്ടില്ലേ? ഒരു മരണ വീട്ടില് എവിടേക്കോ കണ്ട പോലെ തോന്നുന്നുണ്ട്. ഇനി സിനിമ ജാനമല്ല് ലാലിന്റെ ഒരു ഏട്ടനായിട്ട്. അപ്പൊ ഒരു സിനിമ നടൻ നമ്മുടെ പറമ്പിലേക്ക് തിരികെയാണ്. പിന്നെ പാപം ചെയ്യാത്തവർക്കെല്ലാം പറമ്പിൽ നിർത്തി സംസാരിക്കണത് ശരിയല്ലല്ലോ. പരസ്യ ചിത്രങ്ങളുണ്ട്. അപ്പൊ എന്താ വന്നത്? അതായത് ഓണക്കല്ലേ വരണേ. അപ്പോ ഞങ്ങളുടെ കട ഒന്നും കൂടി കുറച്ച് പേരെ പരിചയപ്പെടുന്ന ആഗ്രഹമുണ്ട്. ആളെ അറിയോ? നമ്മള് നട്ട്സിന്റെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ കട അല്ല ഫുഡ്. രാജൻ ചേട്ടൻ, രാജൻ ബാബു ചേട്ടൻ. ആളൊരു ആഗ്രഹമാണ്. എന്താ പറയാ, ഇതൊരു വലിയ ബിസിനസ്സുകാരനാണ്. നല്ല ആഗ്രഹം. ഓൾറെഡി വലിയ ബിസിനസ്. അതായത് 3 ഷോപ്പില്ലേ? 2 ഷോപ്പ്. ഈസ്റ്റ് ഫോർട്ടിലുണ്ട്, അപ്പൊ സൺ ടവറില് തൃശ്ശൂര്. അയ്യോ ഞാനിവിടെ കോഴിക്കോട് പൊളിക്കാൻ പോയിരുന്നു. നിനക്ക് കൂട്ടാൻ വയ്ക്കണ്ടേ? അപ്പൊ ഇവരെ നമ്മൾ അകത്തേക്ക് വിളിക്കാം. അപ്പം രാജൻ ബാബു ചേട്ടൻ പിന്നെ ആ സിനിമാ നടനായിട്ടുള്ള ചേട്ടനും പോയി. അപ്പം ഞങ്ങൾ കോഴിക്കോട് പൊളിക്കാൻ സരി സമ്മതിച്ചില്ല.
എന്റെ സമ്മതം നോക്കണ ഒരാള് അവര് വന്ന കാരണം തൽക്കാലം ചേട്ടാ പൊളിക്കല് മാറ്റി വെച്ചിട്ട് ഇനി മുരളിയേട്ടൻ വന്നിട്ട് പൊളിക്കണല്ലോ പാമ്പ് ഉണ്ടാവില്ലോ. അല്ല പാമ്പല്ല, അത് പൊളിച്ച് ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ആളുടെ ഡ്രൈ ഫ്രൂട്ട്സ് കടയിലേക്ക് പോവാം. ജഗ്ഗു എക്സാം പരീക്ഷ ആയിരുന്നു, ഇന്നോട്ട് തുടങ്ങി, പരീക്ഷ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമ്മൾ നടത്തറ സിഗ്നലിൻ്റെ അവിടെ നിന്ന് മണ്ണത്തേക്ക് പോണ വഴിയിൽ ആനന്ദഭവൻ ഹോട്ടലുണ്ട്. ഇതേ എൻ്റെ കയ്യിൽ നേരെ വേണ്ട. ആ ഇനി ഇങ്ങോട്ട് തിരിച്ചു അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ ഈ കട കേട്ടാ. നമ്മുടെ രാജ്യം ബാബുചാൻ്റെ കട. ഇത് അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെ നോക്കി. പിന്നെ ട്രാക്ക് ഓൺ എന്ന് പറയുന്ന കൊറിയർ സർവീസും ഉണ്ട് തൊട്ടടുത്ത്. കൊറിയർ സർവീസ് തൊട്ടടുത്തുള്ളത് കൊണ്ടാണ് ആൾക്ക് കൊറിയർ ചെയ്യാനായിട്ടുള്ള ഐഡിയ തോന്നുന്നത്. അതും ഇത്ര നാള് വേണ്ടി വന്നു. നല്ല കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ കാറ് ഇപ്പൊ ഇങ്ങോട്ട് കയറ്റിട്ടാണ് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഇത്തിരി സൗകര്യം വേണ്ട വെച്ചിട്ടുണ്ട്. കാർ പാർക്കിംഗ് സ്ഥലം ഉണ്ട് കേട്ടോ, സുഖമായിട്ടുള്ളത്. ആട് ചുള്ളനായിട്ട് ചുള്ളൻ തന്നെയല്ലേ. വെൽക്കം ബാക്ക്. നമ്മുടെ സുഹൃത്ത് കയ്യോടുക്ക് ആന്റണി എന്നാണ് പേര്. നമ്മുടെ കടയിലെ നട്ട്സ് ആൻഡ് ഡേറ്റ്സ് മൊത്തം വ്യാപാരം കേട്ടാ. അപ്പൊ കടയിലേക്ക് എടുക്കാം. കടയുടെ ഉള്ളില് സാധനങ്ങൾക്കും ഒന്നിനും മാറ്റമൊന്നുമില്ല, ഒക്കെ അന്നത്തെ പോലെ തന്നെ അല്ലേ? വല്ലതും സ്ഥലം അത്രക്കുള്ളൂ, വലുതാക്കിയിട്ടില്ല. പക്ഷെ സ്റ്റോക്ക് കൂട്ടി. നമ്മള് എപ്പോഴാ എടുത്ത് ചേട്ടാ? 2 കൊല്ലം മുന്നേ. കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വിഷുവിന്റെ മുന്നേ, കഴിഞ്ഞ മുന്നിലത്തെ വിഷുവിന് മുന്നേ, അത് 1.5 വർഷത്തോളമായിട്ടുണ്ട്. അന്ന് നിങ്ങൾ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞങ്ങളിൽ അന്നുള്ളതിൻ്റെ 3 ഇരട്ടി സ്റ്റോക്ക് മിനിമം കാണും. ഇനങ്ങളും കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് ഇനങ്ങളായിട്ടുണ്ട്. എന്തു സംഗതി ചോദിച്ചാലും ഇല്ല എന്ന് പറയാനുള്ള സാധ്യത വളരെ അപൂർവം. അതുപോലെയാണ് ഞങ്ങൾ സ്റ്റോക്ക് സെറ്റ് ചെയ്യുന്നത്. സ്ഥാപനത്തിൻ്റെ വലുപ്പം അത്ര തന്നെയുള്ള, കാരണം ഓൺ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ റെൻറ്റ് കൊടുത്തിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ വിൽക്കുന്ന വിലയ്ക്ക് വിൽക്കാൻ പ്രയാസമാണ്. കാരണം നമുക്ക് എക്സ്പെൻസ് കൂടും. വലിയൊരു ഇപ്പോൾ ഇതുപോലത്തെ ഒരു റൂമൊക്കെ വാടകയ്ക്ക് 15,000 രൂപ കൊടുക്കാണ്ട് കിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇതിൻ്റെ വില പൊന്തിക്കേണ്ടി വരും. എയർ കണ്ടീഷൻ വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ അതിൻ്റെ കറണ്ട് ചാർജ് പൊന്തിച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ തൽക്കാലം AC കാര്യം ആലോചിച്ചിട്ടില്ല. എന്നാൽ അല്ലറ ചില്ലറ മിനുക്കുപടികളൊക്കെ കാലാകാലം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാർക്കിംഗ് ഏരിയ ഒന്നുകൂടി വൃത്തിയാക്കി എടുത്തു, കടപ്പ കല്ലൊക്കെ വിരിച്ചിട്ട് പുല്ലൊക്കെ വിരിച്ചിട്ട് വൃത്തിയാക്കി എടുത്തു. വണ്ടി പാർക്ക് ചെയ്യാൻ അത്യാവശ്യം ഒരു 1-2 വണ്ടി അതിലും ഇത് 2 കാറ് വരെ മാക്സിമം എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് കയറ്റണം. പിന്നെ 2 വീലറിലേക്ക് വരാണെങ്കിൽ വിഷയമില്ല. ഇനി പാർക്കിംഗ് സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ വഴിയുടെ സർവീസ് റോഡ്, നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡാണ്. അവിടെ ഓരം വെച്ച് ഇട്ടാലൊന്നും ആർക്കും തടസ്സം വരില്ല. ഒരു ഉദ്യോഗസ്ഥന്മാരും വണ്ടി മാറ്റിടാൻ പറയില്ല. അപ്പോൾ വിശാലമായിട്ടുള്ള പാർക്കിംഗ് കൂടി ഉണ്ട്. പിന്നെ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. ആകെ ടൈറ്റായിട്ടുള്ള ഏരിയ വന്നിട്ട് ആൾക്കാർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങളിവിടെ ചെയ്യണത് മൊത്തത്തിൽ മുന്നേ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. ഡേറ്റ്സ്, കാഷ്യൂ, പിസ്ത, ബദാം ഇതൊക്കെയാണ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് നടക്കുന്നത് കാഷ്യൂ ആണ്. പിന്നെ ഈന്തപ്പഴങ്ങളാണ്. ഈന്തപ്പഴങ്ങൾ ഞങ്ങളന്ന് പറഞ്ഞിരുന്നു, ആ രീതി ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഇമ്പോർട്ടർമാരിൽ നിന്ന് മാത്രം വാങ്ങിക്കുള്ളൂ. കാരണം അവരാണ് സാധനം ഇമ്പോർട്ട് ചെയ്യണത്. അവർ നേരെ നമ്മുടെ കൗണ്ടറിലേക്ക് വരും. നമ്മൾ അവരെ കോൾഡ് സ്റ്റോറിൽ നിന്ന് നമ്മുടെ കൗണ്ടറിലേക്ക് വരിക, കോൾഡ് സ്റ്റോറിൽ നേരെ ഫ്രീസറിൽ കൊണ്ടിടും. അപ്പോൾ ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ചരക്ക് കേടുവരാനുള്ള സാധ്യത വളരെ അപൂർവമാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പിലാണ് ആള് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാം, കൂടുതൽ കച്ചവടമുള്ളത്. അപ്പോൾ അണ്ടിപ്പരിപ്പിന്റെ കുറേ തരം മോഡലുണ്ട്. ഏറ്റവും വില കൂടിയ ടൈപ്പ്, ഏറ്റവും വില കൂടിയത് ഞങ്ങളേ ഉള്ളത്. ഇതിനൊരു കോഡ് പേര് 210 എന്ന ഗ്രേഡാണ്. 210 210 ഏറ്റവും വലിപ്പമുള്ളത്. ഇതിന് വലിപ്പമുള്ളുണ്ട് 180 ഉണ്ട്. അത് വിൽക്കാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് ഞങ്ങൾ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ പറ്റുള്ളൂ. അതിന്റെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നത്. ഇത് ഞങ്ങൾ വിൽക്കുന്നത് 1,050 രൂപ കിലോന്. 1 കിലോന്റെ പാക്കറ്റ് ആണ്. 1/2 കിലോന്റെ പാക്കറ്റാണ്. 504 ഗ്രാമ കാണാം. 4 ഗ്രാം പൗച്ചിന്റെ വെയിറ്റാണ്. അത് ഇവിടെ ഞാൻ മുന്നൊരിക്കൽ പറഞ്ഞിട്ട് ഫാൻ ഓഫ് ചെയ്തിട്ട് ഇവിടെ പാക്കിങ് നടക്കുള്ളൂ, അനുവദിക്കുള്ളൂ. ഫാൻ ഇട്ടുകഴിഞ്ഞാൽ എന്തായാലും തൂക്കം മാറ്റം വരും. ഒന്നുകിൽ കുറയാം അല്ലെങ്കിൽ കൂടാം. അപ്പോൾ ഈ 4 ഗ്രാം എന്ന് പറഞ്ഞ തൂക്കം കസ്റ്റമർ നഷ്ടം വരാൻ പാടില്ല. കാര്യം നിർബന്ധമാണ്. പിന്നെ ഒന്നും നോക്ക്, ഇതിനകത്ത് പൊട്ടും പൊടിയാ ഡാമേജ് വല്ല ഉണ്ടെങ്കിൽ അറിയും.
കുഴപ്പമില്ല. അതെ, ഒന്നുമില്ല, ഒന്നും കേടില്ല. ഫിൽറ്റർ ചെയ്ത് മാത്രമേ പാക്കിംഗ് പാടുന്ന കാര്യം നിർബന്ധമാണ്. അപ്പൊ ഇതിന് 1050 റുപ്യ കിലോന് വില. അപ്പൊ 525 രൂപ ഹാഫിന്, 1/2 കിലോന് കേട്ടാ. അപ്പൊ ഇത് മാറ്റി ഇനി അടുത്തത് എടുക്കാൻ പോകണം. ഇനി ഞങ്ങളുള്ളത് അതിനേക്കാളും 240 എന്ന 240 ഇത് അല്പം കൂടിയും അല്പം ചെറുതായിരിക്കും. ഇതിന്റെ വില ഞങ്ങളുടെ 980 980 രൂപ കേട്ടാ 1 കിലോന്. അപ്പൊ നിർഭാഗ്യവശാൽ ഒരെണ്ണം പെട്ടുപോയിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് പെടുത്തണതല്ല, കുഴപ്പമില്ല, അത് ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല. കാണിച്ചു കൊടുത്തോ? ശരിക്കും ഒരു ചെറിയ അതിൽ പെട്ടുപോയിട്ടുള്ളതാ. ഇനി അതിനുവേണ്ടി രണ്ടാമത് പൊളിച്ച് പണിയുണ്ടാന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ള, അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല. 980 രൂപ. അപ്പൊ 490 രൂപ 1/2 കിലോന്. നോക്കിക്കോ, തൂക്കം മനസ്സിലായി. 1010 ഗ്രാം കാണാം. 8 ഗ്രാമ പൗച്ചുള്ളൂ, 2 ഗ്രാം കൂടുതലുണ്ടാവുള്ള. ഇനി അടുത്തത് പൊന്നിന്റെ ഇതിലാണ് ആള്. ഇനി അടുത്ത മൂന്നാമത്തെ 320 ഗ്രേഡ് 320. ഇതിന്റെ ഇത് അതിനേക്കാൾ ഇത്തിരി ചെറുതായിരിക്കും. ഇതിലായാലും പൊട്ടും പൊടിയുന്നില്ലേ? നമുക്ക് ഇങ്ങനെ കുടയുമ്പോ നമുക്ക് ഈ മൂലയിൽ വന്ന് ഇങ്ങനെ നിൽക്കൂല പൊടികളുണ്ടെങ്കിൽ. നോക്ക് നിങ്ങൾ ഞങ്ങളുടെ പെർഫോമൻസ് മറ്റുള്ള ഒരു സ്ഥാപനത്തിൽ മേടിച്ച് നോക്ക്, തരം ചെയ്തോ. ഇതിന് എത്ര വില പറയുന്നത്? 880 per kg. 880 440 1/2 കിലോ ഉണ്ട്. തൂക്കം എനിക്ക് മനസ്സിലായി. തൂക്കത്തിൽ ഇറക്കണി ഇപ്പൊ പറയണം, പറയില്ല. ഇനി ഉണ്ട് ഇതിന് താഴെ. ഇനി താഴെ ഉള്ളത് ഉണ്ട് നടുപിളർന്നത്. ഇത് ബോർമ കാഷ്യൂ. ബോർമ കാഷ്യൂ ഇത് കഴിക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഇത് വാങ്ങിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഫ്രഷ്നെസ് കൂടുതൽ കിട്ടും, കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതിന് എത്ര വില വരുന്നത്? ഇത് 850 per kg. 850 രൂപ. 850 രൂപ കിലോ. ഹാഫ് kg 425. 506 ഗ്രാം കാണുന്നുണ്ട്, 504 കാണേണ്ട കാര്യമുള്ള. അപ്പൊ ഇതിൽ തന്നെ ഇതിന്റെ ഗ്രേഡ് താഴ്ത്തിക്കണ്ട. അതിന് താഴേക്കുള്ളത് വെച്ചിട്ടില്ല, ഉണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഞാൻ വെച്ചിട്ടില്ല. അത് ഫാസ്റ്റ് നല്ലതൊന്നുമല്ല. ഒരു സ്റ്റാൻഡേർഡിൽ നടുപൊട്ടിയത് നടുപെടുന്നുണ്ട്. എവിടെ നമ്മള് അതെവിടെയാ? ഇതിപ്പോ 250 ഗ്രാമിന്റെ പാക്കറ്റാണ്. നിലവാരം കാണിച്ചു കൊടുത്താ ഇത് ഇത്തിരി വലിപ്പമുള്ള തന്നെയാണ് കേട്ടാ. ഇതിന് എത്ര വരുന്നത്? 850. 850. വലിയ ഇതിന്റെ ഫസ്റ്റ് നമ്മൾ കാണിച്ചില്ലേ 1050. ഇത് കലമേനി വലുതും ഒരു മീഡിയം ഒക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെയുള്ളത് ഇത് കേക്കിലേക്ക് പോകണം. പിന്നെയുള്ളത് 4 പുളി. പായസത്തിലേക്കൊക്കെ എടുക്കുന്നത്. പായസം 760 രൂപ കിലോ. 1 കിലോ എനിക്ക് 760 രൂപ. അതെ, അത്യാവശ്യം വലിപ്പമുള്ള 4 പുളി. ഇതന്നെ വലിപ്പം കുറഞ്ഞാണെങ്കിൽ പിന്നെ കിലോന് 100-150 കുറയും, താഴ്ത്തി വരും. അത് ഈ ഇടക്കാലത്ത് 2 മാസത്തിനുള്ളിൽ വില വല്ലാണ്ട് കൂടി, കിലോന് 200 ഗ്രാം കൂടിയത്. അതുകൊണ്ടാണ് ഇത്ര പറയേണ്ടി വരുന്നത്. 2-3 മാസത്തിനുള്ളിൽ. അതായത് അപ്പൊ പലർക്കും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് വിചാരം. അതൊന്നല്ല, സംശയം ഉണ്ടെങ്കിൽ വേറെ കടകളിൽ അന്വേഷിച്ച് എനിക്ക് അറിയാം. ആള് കണ്ടമാനം വിശകലനം നടത്തിയിട്ടാണ് ഇതൊക്കെ പറയണത്. ഞാൻ നല്ല കോൺഫിഡൻസിൽ പറയണേ. അടുത്തത് ഇനി ബദാമിന്റെ സെക്ഷനാണ് കിടക്കുന്നത്. ബദാമിന്റെ കിലോന് 800 രൂപ വില. 1 കിലോന് 800. 400 രൂപ. 1/2 കിലോന്റെ പാക്കറ്റാണ്. ഇതിനേക്കാളും വലിപ്പം കൂടിയത് മാർക്കറ്റിൽ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അത് വെച്ചിട്ടില്ല. ജംബോ ബദാം എന്ന് പറയും. കിലോഗ്രാമിന് 100-200 രൂപയോളം കൂടും. നമ്മളത് 100-200 കൂട്ടി പറഞ്ഞ് ഈ ആൾക്ക് തെറ്റിദ്ധരിക്കും. അപ്പൊ ഇതാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡിൽ നല്ല സ്റ്റാൻഡേർഡ് സാധനം തന്നെയാണ്, നല്ല ഐറ്റം തന്നെയാണ്. ഇത് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഫിൽറ്റർ ചെയ്തിട്ട് പാക്ക് ചെയ്യുള്ളൂ. ജംബോ സാധനം ജംബോന്റെ സാധനത്തിന് തൊട്ടായിട്ടുള്ളത് അല്ല, അത് ചോദിക്കാനേ കൊടുക്കും. ഞാൻ കൊടുക്കും, കസ്റ്റമർ ആവശ്യപ്പെട്ടേ കൊടുക്കുന്നു. നീ അടുത്ത പിസ്തയാണ് എടുക്കാൻ പോണേട്ടാ. കാലിഫോർണിയ പിസ്ത. സോൾട്ടഡ് ആൻഡ് റോസ്റ്റഡ്. ഇത് ഓഗസ്റ്റ് മാസത്തെ ചരക്കാണ്. ഓഗസ്റ്റ് മാസത്തിലത്തെ നമ്മളോട് മേടിക്കുമ്പോൾ എപ്പോഴും ഒരു കേസുകൾ അടിക്കുക. അത് 12 കിലോന്റെ കേസ് അങ്ങനെയാണ് മിനിമം ചെയ്യുക നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കൺസ്ട്രക്ഷൻ റേറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സാധനം അതേപോലെ തന്നെ വിൽക്കും. 1090 രൂപയ്ക്ക് വിൽക്കണം. വില കുറച്ച് വിൽക്കണം. ഇതില് 2000 അവർ എഴുതും. 2000 എഴുതിയിട്ട് വേറെ ചില വിദ്വാന്മാർ 1900 വിൽക്കണവരൊക്കെ ഉണ്ട്. അത് അവർ ചെയ്തോട്ടെ. ഞങ്ങൾ ഇവിടെ വിൽക്കണ വില 1090. ഇന്നത്തെ വില 1090 രൂപയാണ്. അച്ചടിച്ചതിന്റെ പേരിൽ ആ വിലക്ക് 1 കിലോ പിസ്തയ്ക്ക് കൊടുക്കണത്. നമ്പർ 1 പിസ്ത. അതിന്റെ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ സാമ്പിൾ അത് പൊട്ടിച്ച് വെച്ചിട്ടില്ല. കഴിച്ചു നോക്ക്. പച്ച തെളിഞ്ഞിക്കണം. കണ്ട പച്ച തെളിഞ്ഞിക്കണം. നോക്ക്, കഴിച്ചു നോക്ക്. പച്ച കളർ. ഇത് 917 അല്ലെങ്കിൽ പറഞ്ഞോളൂ. പാകത്തിന് ഉപ്പ് ഇനിയുണ്ട്. നല്ല ബോൾഡ് ആയിട്ടുള്ള ഐറ്റം. നല്ല മുറുക്കുണ്ട്. നല്ല കറക്റ്റ് സാധനം. എങ്ങനെയുണ്ട്?
അടിപൊളിയില്ല. ഈ ഐറ്റം തന്നെയാണ് ഈ 250 ഗ്രാമിലൊക്കെ അവൈലബിൾ ആണ് എല്ലാം വരുന്നത് കേട്ടോ. അപ്പൊ 1090 രൂപ 1090 രൂപ കിലോനല്ലേ ഇപ്പോഴത്തെ വില. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് വീഡിയോയിൽ പറയുന്നുണ്ട്, ഒക്കെ ശരിയാ. നിർഭാഗ്യവശാൽ വിലയിൽ ഏറ്റക്കുറച്ചിൽ വരാം. കുറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറച്ച് കൊടുക്കും. എന്നാൽ കൂടിയ നിർഭാഗ്യവശാൽ കൂട്ടേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. അത് നാട്ടിൽ നടപ്പുള്ള കാര്യം തന്നെയാണ്. എന്നാൽ കൂട്ടിൽ നമ്മുടെ ലക്ഷ്യമല്ല, കൂട്ടാതിരിക്കാൻ ശ്രമിക്കാനാണ് ഞങ്ങൾ ആഗ്രഹം. അത് കറക്റ്റുള്ള കാര്യമാണ്. നമ്മുടെ റോസ്റ്റഡ് കാഷ്യൂവിന്റെ പറയാൻ മറന്നു, നമ്മുടെ പറയാൻ വിട്ടുപോയിട്ടുള്ളതാണ്. അതായത് ഇത് നമ്മുടെ വീട്ടിൽ ചെയ്യണം. എൻ്റെ വീട്ടിൽ നിങ്ങൾ തന്നെ പറഞ്ഞു, സ്വകാര്യമായിട്ടല്ല, പരസ്യമായിട്ട് പറയാം. ഞാൻ തന്നെ ചെയ്യണം. ഇത് ഞാൻ കാണണല്ലോ. ഇതിപ്പോ ഇന്നിപ്പോ തൽക്കാലം നിർവാഹമില്ല. എന്നിരുന്നാൽ പോലും ഇത് നെയ്യിൽ മാത്രമേ ഞങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. ഇത് ഇന്നലെ വർക്ക് ചെയ്തതാ. ഇന്നലെ കഴിച്ചു നോക്ക്. നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പിട്ട് ഈ പാക്കറ്റ് ഇത് എത്ര കിലോ വരുന്നത്? അത് 980. 980 രൂപ. സോറി ക്ഷമിക്കണം, 1080 രൂപ. അതായത് 240 ഗ്രേഡിന്റെ കാഷ്യൂ 980 റുപ്യാണ്. 100 രൂപ കിലോന് റോസ്റ്റ് ചെയ്യാനുള്ള ചാർജ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ 700 ചില്ലാൻ രൂപ വില വരുന്ന കിലോന് വരുന്ന നെയ്യിലെ വർക്ക് ചെയ്യണം. അല്ലാണ്ട് 150 രൂപ വരുന്ന സൺഫ്ലവർ ഓയിലല്ല. അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അതായത് എയർ ഫ്രയറിൽ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം വറ്റിക്കുമ്പോൾ തന്നെ 2-3% വെയിറ്റിൽ കുറവ് വരും. അപ്പോൾ ക്രിസ്പനെസ് കിട്ടും. ശേഷമാണ് നെയ്യിൽ വർക്ക് ചെയ്യുന്നത്. നെയ്യ്, ഉപ്പ്, മുളക്. ഇതുപോലെ തന്നെ കുരുമുളകിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. കുരുമുളക് വർക്ക് ചെയ്യുമ്പോൾ 50 രൂപയുടെ കിലോന് കൂടും. കിലോഗ്രാമിന് 1130 മാറും. അത് ചരക്ക് കറക്കലും കാര്യങ്ങളൊന്നും ഇത് കുരുമുളകിന്റെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ചെറിയ പാക്കറ്റ് ഇപ്പൊ കഴിഞ്ഞിരിക്കുക. അത് വർക്ക് ചെയ്യേണ്ടത് 1130. അതായത് 240 കാഷ്യൂന്റെ 980 + 150 റുപ്പീസ് വർക്ക് ചാർജ്. കുരുമുളകാണ് സാധനം. പിന്നെ പറയേണ്ട നെയ്യാണല്ലോ. അപ്പൊ ആ കാര്യം അങ്ങനത്തെ സാധനങ്ങളുണ്ടെന്ന്. ഈ മെയിൻ സാധനം ഈന്തപ്പഴം 150 മുതൽ 1200 രൂപ വരെ വില വരുന്ന ഈത്തപ്പഴം നിങ്ങൾ ചെയ്യണം. 150 മുതൽ 150 മുതൽ 1200 1200. അപ്പൊ ആദ്യം നമുക്ക് 150 കൊടുക്കാം. നമ്മുടെ 150ന്റെ ഈന്തപ്പഴമൊക്കെ കഴിച്ചു നോക്ക്. പുത്തൻ പെട്ടി ഇന്ന് പൊട്ടിച്ചിട്ടുള്ള കഴിച്ചോ. ആ ഗ്ലൗസ് മോനെ വാ, മോനെ വിളിച്ച 150 രൂപയാണ് ഈന്തപ്പഴത്തിന്. വില കേടുണ്ടെങ്കിൽ പറയാൻ പറയും. നമ്മളിപ്പോ പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാലും ഈ 150 1 കിലോയ്ക്ക് 150 രൂപ കിട്ടും. ആ ഐറ്റം ചാക്കില് വരുന്ന സാധനം. ചാക്കില് വരുമ്പോ ഇതുപോലെ പെട്ടിയിൽ കെയർ ചെയ്യണ പോലെ കെയർ ചെയ്യാൻ പറ്റില്ല. ഇത് നല്ല വൃത്തിയുണ്ട്. ചാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗോഡൌണിലൊക്കെ അട്ടി വെച്ചിട്ടുള്ള കാണാൻ പറ്റും. ഇത് നല്ല ലാമിനേറ്റ് ചെയ്തിട്ടുള്ള പെട്ടിയിലെ വരാം. 150 രൂപ ഈന്തപ്പഴാണിത്. 150 per kg. ബരാറി എന്നതിന്റെ പേര്. ബരാറി മോനെ ഇന്ന് കഴിച്ചാൽ ബല്ലാരി രാജാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബരാറി. ഇനി അടുത്ത് കാണിച്ചാൽ 150 കഴിഞ്ഞു കേട്ടോ. 150 തൊട്ടിട്ട് 1200 വരെയുള്ള സാധനങ്ങളുണ്ട്. കാണുമ്പോ ഒരു കുട്ടിക്കടയാണെങ്കിലും കോട്ടയ അയ്യപ്പന്റെ പോലെ. ഇതിപ്പോ 250 രൂപയുടെ ഡേറ്റ്സ് ആണ്. 280 280. അതായത് ഇതിപ്പോ ഷേപ്പ് ഇത്തിരി കുറവാണ്. ബോൾഡ് അല്ല. ബോൾഡ് ആകുമ്പോ പിന്നെയും കൂടും. അത് കഴിച്ചു വെക്കാൻ തന്നെ കഴിപ്പിച്ച് കഴിക്കുന്ന ടിക്കറ്റില്ല. കേടുണ്ടെങ്കിൽ പറയണം. ഒരു കേടില്ല. ഞങ്ങളിവിടെ കൂളറിൽ മാത്രം സ്റ്റോക്ക് ചെയ്യുള്ളൂ. അത് പ്രത്യേകമുള്ള കാര്യമാണ്. ഞങ്ങളുടെ കൂളറിൽ മാത്രമേ സ്റ്റോക്ക് ചെയ്യുള്ളൂ. കൂളറിൽ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അത് നിർബന്ധമാണ് ഈന്തപ്പഴം സംബന്ധിച്ച്. നെക്സ്റ്റ് ഇനി ഞങ്ങളുള്ളത് എന്നോട് അവതരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ ചെയ്താൽ ഞാൻ കരുതി കൂട്ടി നിർബന്ധിച്ച് മൈക്ക് ഉരി കൊടുത്ത് മാറുന്നതാ. അപ്പൊ ഗുണമില്ല ഇതിപ്പോ. ഇനി ഞാൻ കാണിച്ചത് ഇത് അൾജീരിയൻ ഡേറ്റ്സ്. അൾജീരിയൻ യെല്ലോ ഇത് മഞ്ഞ കളറായിരിക്കും. ഇത് പല പഴുപ്പിലാണ് സാധാരണ വരാം. ചിലപ്പോൾ കൂടുതൽ പഴുപ്പിൽ വരും, ചിലപ്പോൾ കുറഞ്ഞ പഴുപ്പിൽ വരും. വല്ലാണ്ട് അൾജീരിയൻ നോക്കാം. പഴുപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ചവർപ്പുണ്ടാവും. ആ ചവർപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം, നീളം ടൈപ്പാണ് കേട്ടോ. ചവർപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. എല്ലാവരും ഇത് വാങ്ങിക്കില്ല. എന്നാൽ വാങ്ങിക്കുന്നവർ സ്ഥിരം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. സൂപ്പർ സാധനം. ഭയങ്കര മധുരമില്ല, എന്നാലും മധുരമുണ്ട്. ഓക്കെ. ഇതിനെത്ര വരുന്നത്? ഇത് 320 per kg. 320 രൂപ ഒരു കിലോ കേട്ടോ. അത് മുന്നെടുത്തതിന്റെ വില 280 രൂപ. ആ കറിന് ലാസ്റ്റ് ആണ് വരുന്നത്. അതായത് നമ്മള് മാങ്ങ ഏത് സ്റ്റൈലും പറിക്കാം. കണ്ണിമാങ്ങയ്ക്ക് പറിക്കാം,
മീഡിയം പഴുപ്പിൽ പറിക്കാം, പച്ചയായിട്ട് പറിക്കാം, പഴുത്തിൽ പറിക്കാം, പലതിനും പല ടേസ്റ്റാണ്. ഐറ്റം മോശമാണെന്നല്ല എൻ്റെ അർത്ഥം. അതന്നെ പഴുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. കറക്റ്റ് രസമുണ്ട്. ഇനി അടുത്തത് പിന്നെ ഞങ്ങളിൽ ഇപ്പോൾ ഈ ഐറ്റാണ്, അത് 240 ആണ്. അത് ഇതിപ്പോൾ കുറച്ചുള്ളൂ. ഇതിപ്പോൾ ഇന്ന് പുതിയൊരു കൺസൈൻമെന്റ് വരാനുണ്ട്. ഇതിപ്പോൾ ലാശം കഴിച്ചു നോക്കിയോ? ഇത് ഇത്തിരി ചെറുതാണ്, ചെറുതാണ്, കുഞ്ഞനാണ്, ആൺ സൈസാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ വില കുറവ്. വളരെ ഐറ്റം മോശം എന്നല്ല എൻ്റെ അർത്ഥം. വളരെ ചെറുതാണ്. 240 rupees per kg, 240 റുപ്യ. പോരട്ടെ ശ്രീനിവാസന് മറ്റേ സിനിമയിലെ എന്താ പറയാ ഫ്രൈഡ് റൈസ് റെഡി അല്ലേ? ഉടനെ പോന്നോട്ടെ, പാക്കറ്റ് പൊട്ടിക്കാൻ പോണുണ്ടാവും. ഉടനെ പോന്നോട്ടെ എന്ന് പറഞ്ഞ പോലെയാ. ഇത് 450 രൂപ. മഷ്റൂക്ക് എന്ന് പറയും. മഷ്റൂക്ക് കൂണിന്റെ, അതായത് മഷ്റൂക്ക് എന്ന് പറയുമ്പോൾ കൂണായിട്ട് തീരെ സാധനമില്ല. മഷ്റൂം അല്ലേ? കിലോഗ്രാമിന് 450 രൂപ, അല്ല 450 രൂപ അല്ല, 450 per kg. ഇവന് 2-3 കളറ് ചേർന്നിട്ടുള്ള ഒരു കളറാണ് ഇവന്റെ. ഇത് ഒരു ഒത്തിരി കൂടിയാണ്. ഞാൻ കടിച്ചിട്ട് പിന്നെ കൂളറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിന്റെ മുറുക്കുണ്ട്. കൂളറിൽ നിന്ന് എടുത്തതാണ്. കറിയൊന്നും കാണാനില്ല. കറി നിന്നുണ്ടാവില്ല. അടിപൊളി. അടുത്തെടുക്ക്. ഇതിന് 450 റുപ്യ മഷ്റൂക്ക്. ഓക്കെ. ഇനി അടുത്തത് സഗായി. ഇപ്പൊ ഇത്തിരി വലിപ്പമുള്ള ടീമാണ് കേട്ടോ. 450 രൂപ per kg, 480. കഴിച്ചേക്കാൻ ഇപ്പൊ ഇത്തിരി തടീനാണ് കേട്ടോ. കണ്ടോ, നല്ല കാണുമ്പോൾ കളർ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു യോജിപ്പ് കുറവ് വരും സാധനത്തിൽ. അത് അതിന്റെ നാച്ചറാണ്. ഇതിലാ കുരുവിന് ഇത്തിരി വലിപ്പമുള്ള ടൈപ്പാണ്. എന്നെ തീറ്റിച്ച് കൊല്ലും. ഇത് സഫാവി. കിലോഗ്രാമിന് 700 രൂപ. ബ്ലാക്ക് ടൈപ്പാണ്. ചോക്ലേറ്റ് പോലെ ഇരിക്കുന്ന കഴിക്കും. 700 രൂപ കിലോന്. ചിലപ്പോ ഇതിനെടുത്ത കാരണമാണ് ഇത്തിരി മുറുക്കം. ഈ തണുപ്പുള്ള തണുപ്പുള്ളുണ്ട്, നല്ല തണുപ്പുണ്ട്. സഫാവി ഇത് ജനറലായിട്ട് ഇപ്പൊ എല്ലാ സാധനക്കാരും വാങ്ങിക്കുന്ന റേറ്റ്. അത് നമ്മൾ എന്താ കഥ. പണ്ട് നമ്മുടെ വീട്ടില് അടുക്കളയിൽ വേണമെങ്കിൽ വല്ല ചെപ്പിലാണ് കുറച്ച് മിക്സർ എടുത്ത് വെച്ചു, അല്ലെങ്കിൽ മറ്റു സാധനം എടുത്ത് വെച്ച് പകരം ഇപ്പൊ ആളുകൾ അണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാം, ഈന്തപ്പഴം ഇങ്ങനത്തെ സാധനങ്ങൾ ഇല്ലാത്ത വീടുകളിൽ ഇല്ലാത്ത പോലെ തുടങ്ങി അല്ലേ? ഒരു സാധനക്കാരൊക്കെ കൺസ്യൂം ചെയ്ത് തുടങ്ങി. നമ്മുടെ വീട്ടിലുണ്ടായാലും ഞാനല്ലേ തിന്നണ്ടേ? ഇവർക്ക് ആർക്കും വേണ്ട. അപ്പൊ ഞാനെ തിന്നണ്ടേ? ഞാൻ എന്നെ വാങ്ങിച്ച് ഞാനെ തിന്നണ്ട. ഇത് വേണ്ട. ഇത് വേറെ ടൈപ്പ് അജുബ. ഇത് ഹെൽത്തിന് വേണ്ടി മാത്രം പോണതാ. എന്തിന്? ഹെൽത്തിന്റെ മാത്രം കൊണ്ടോ. ഇവൻ വലിയ വലിപ്പം ഉണ്ടാവില്ല, പക്ഷെ ഇവൻ ഗുണത്തില് ഭയങ്കര ഹെൽത്തിന് വേണ്ടിയുള്ള സാധനമാണ്. 1050 രൂപ കിലോന്. 1050. ഇതില് ഇതിന്റെ കുരു കണ്ട, ഉണ്ടു കുരുവാണ് കേട്ടാ. 1050 രൂപ കിലോന്. അപ്പൊ എത്ര കട ചേർന്നാണ് ഞാൻ പറയുന്നത്. കോട്ടയം ബസ്സിനെ പറയാ കടക്കുമ്പോ. അല്ല, ഇത് വിശാലമായ ഷോറൂം അല്ല, പക്ഷെ എല്ലാ സാധനവും. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇത്ര വലിപ്പമുള്ള ഈ 100 സ്ക്വയർ ഫീറ്റ് താഴെ ഇത്ര സ്റ്റോക്കുള്ള ഒരു കട കേരളത്തിൽ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അതെ, വല്ലവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളാം. സ്റ്റോക്കുള്ള കടയുണ്ടെങ്കിൽ വേറെ കിഡിലെ സാധനം കേട്ടാ. ഇപ്പം ഭയങ്കര വലിപ്പമുള്ളവരാ. 1200 രൂപ കിലോ. ജയിന്റ് സാധനമാണ്. മദ്ജോൾ. എന്നിട്ട് മദ്ജോൾ 1200 രൂപ. മദ്യം ചോദിച്ചോളാനാ. മെദ്ജോൾ 1200 രൂപ. മതിച്ചോളാൻ ഇത് ഇന്ന് മതിച്ചോളാൻ, അല്ലെങ്കിൽ മതിച്ചോളാൻ. ഭയങ്കര ടേസ്റ്റുള്ള സാധനം. അതിനെ കുറെ ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു 3 നേരം കൂടി വരെ ഉണ്ട്. അത് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ ചരക്കെത്തും. കീമിയ ബോക്സിൽ കണ്ടിട്ടില്ലേ? അത് തൽക്കാലം നിർവാഹത്തിൽ ഇവിടെ ഇല്ല, സാധനം കഴിഞ്ഞു പോയി. 160 രൂപയാണ് 500 ഗ്രാമിന്റെ ബോക്സിന് വില. 160 പെർ ബോക്സ്. 1 കിലോനല്ല, പ്രത്യേകം പറഞ്ഞു, 1/2 കിലോന്റെ പെട്ടിക്ക് 160 രൂപ. അത് നല്ല ഉണ്ട ബോൾഡ് ആയിരിക്കും. ഇറാൻപഴമാണ് അത്. അത് ഒരുമാതിരി എല്ലാവരും അറിയുമായിരിക്കും. അത് ഇങ്ങനത്തെ ഒരു ചെറിയ പാക്കറ്റ് നല്ല മധുരമായിട്ട്. അത് ആളുകൾ വാങ്ങിക്കാറുണ്ട്. അത് ഇനി വരും. അതും കിട്ടിട്ട് അവിടെ മെബ്രൂം അത് 1100 രൂപ കിലോന് വില. നല്ല ബെസ്റ്റ് പ്രീമിയം സാധനമാണത്. അതും ഇവിടെ കഴിഞ്ഞിരിക്കുക. ഓർഡർ ചെയ്തിട്ട് വരും. ഇങ്ങനെ 2 ഇനം കൊണ്ട് ഇപ്പം അങ്ങനെ 12 ഇനങ്ങളോളം ഇവിടെ കാണും. സാധാരണ റെഗുലേറ്റ് ഉണ്ടാവാറുണ്ട് 12. ഇന്നിപ്പോൾ 10 ഇനത്തോളം കാണുന്നുള്ളൂ. അത്രയും വിശദമായിട്ട് ഈ ഈന്തപ്പഴത്തിനെ കുറിച്ചും അണ്ടിപ്പരിപ്പിനെ കുറിച്ചും ഏത് കടക്കാര് പറഞ്ഞു തരും ഇങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത് കേട്ടാ. ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞു. ഈ ജാറുകളിൽ ഇരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സുകൾ സ്വീറ്റ് ആണ്. ഇത് 2100 രൂപ. നമ്പർ 1 ബ്ലൂബെറി. കഴിച്ചു നോക്ക്. ബ്ലൂബെറി കിലോന് 200. കയ്യിലേക്ക് കൂടുതൽ ഗ്ലൗസ് കൊടുത്തോളാം. വേണ്ട. ഓരോന്ന് ബ്ലൂബെറി 2100 രൂപ. ഇത് തന്നെ പല ഗ്രേഡ് ഉണ്ട്.
നമ്പർ 1 ഐറ്റം. ബ്ലൂബെറിയുടെ അച്ചാറല്ല നമ്മൾ കഴിച്ചിട്ടുള്ളത്. ബ്ലൂബെറി അച്ചാർ വാങ്ങിച്ചോണ്ട്. ഇത് ബ്ലൂബെറി, ഇത് ഫ്രൂൺസ് കഴിച്ചു വയ്ക്കാൻ. കിലോ 900 രൂപ. ഫ്രൂൺസിന് 900 രൂപ കിലോ. കിലോ 900 രൂപ. 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് വരണേ. അപ്പോൾ 180 രൂപ വരും. അല്ല അങ്ങനല്ല വരാം. ഓക്കെ, 180 രൂപ. ഇനി ഇത് കിവി. കിവി നമ്മൾ കണ്ടിട്ടുണ്ട്, പച്ച കളറിൽ അരിഞ്ഞിട്ട്. കിവി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് കിലോഗ്രാമിന് 600 രൂപ. ഇത് ക്രാൻബെറി 800 രൂപ കിലോ. കിലോഗ്രാമിന് 800 രൂപ. കിലോഗ്രാമിന് 800 രൂപ. അയ്യോ അത്രയ്ക്ക്. അതല്ല, 200 ഗ്രാമിൻ്റെ പാക്ക വരാം. അപ്പോൾ 200 ഗ്രാമിന് 160 രൂപ വരും. 160 റുപ്പീസ്. എല്ലാ തിന്നെയും ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ചേട്ടാ. ചിലർക്ക് ചിലതായിട്ട് മാച്ച് ആകാൻ പറ്റും, ചിലർക്ക് ചിലതായിട്ട് മാച്ച് ആകാൻ പറ്റില്ല. ഈ 150ൻ്റെ ഡേറ്റ്സ് പോലും ഇഷ്ടം പോലെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന വിഭാഗമുണ്ട്. എന്നിട്ട് ലാഭം നോക്കി വാങ്ങുന്നതല്ലായിരുന്നു. ചിലർ വിചാരിക്കും നമ്മൾ 150 ബഡ്ജറ്റ് കുറയ്ക്കാണെന്ന്. അതൊന്നല്ല. ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇത് ബ്ലാക്ക്ബെറി കിലോഗ്രാമിന് 600 രൂപ. കഴിച്ചേക്കാണ്. മതി. ഇത് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്. ഇത് പൊതുവെ എല്ലാവരും എന്നാലും കഴിച്ചോ? വേണ്ട. നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും നമ്പർ 1 ഐറ്റം മാത്രം വെക്കുള്ളൂ. എപ്പോഴും ഓർഡർ കൊടുക്കുമ്പോൾ കിലോ 800 രൂപ. ഏറ്റവും ബെസ്റ്റ് സാധനം. വില കുറഞ്ഞത് വെക്കാറില്ല. ഇഞ്ചി ഏറ്റവും നല്ല ഇഞ്ചി കിലോ 900 രൂപ ഞങ്ങൾ വില. കഴിക്കും ഭയങ്കര ടേസ്റ്റ്. കഴിച്ചു നോക്ക്. അപ്പൊ തൊണ്ടയൊക്കെ ഫ്രഷ് ആവും. കഴിക്കടാ. ഇഞ്ചി നല്ല രസമുണ്ട്. ഇഞ്ചിൽ തന്നെ അല്ല നല്ലതല്ലേ. ഇത് നെല്ലിക്ക, ഡ്രൈ നെല്ലിക്ക കിലോഗ്രാമിന് 300 രൂപ വില. ഏറ്റവും നല്ല നെല്ലിക്ക. അത് സാറില്ല. ഇന്ന് ആകെ മധുരത്തിലും കിടന്ന് മറയട്ടെ. നെല്ലിക്ക കൊടുക്കുവാനെ. സൺഫ്ലവർ സീഡ് 350 രൂപ പെർ kg. നമ്പർ 1 വിത്തിട്ടാ അടിപൊളി സാധനമാണിത്. ഇത് നല്ല സീലുള്ള സാധനം. കിലോയ്ക്ക് 350 പെർ kg. ഏറ്റവും നല്ല ബ്രാൻഡ് 350 രൂപ കിലോ കേട്ടോ. HD ബ്രാൻഡ്. അപ്പൊ 350 രൂപ. ഇതിന് എന്തോരം എണ്ണയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. കസ്റ്റമർ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇഷ്ടം പോലെ. അതെങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. നാൻസി കറി ഇത് എന്താ ചെയ്യണമെന്ന്. ഇതിനൊരു മട്ടച്ച ടേസ്റ്റാണ്. ഒരു സുന്ദരമായിട്ട് ടേസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ അതതിൻ്റെ നാച്ചുറൽ. പിന്നെ ചിയ സീഡ് HD കമ്മിയുടെ ചിയ സീഡല്ല, സോറി, ഫ്ലാക്സ് സീഡ് 200 രൂപ പെർ kg. HD കമ്മിയുടെ തന്നെ ഏറ്റവും നല്ല ബ്രാൻഡ്. ഇത് ചിയ സീഡ് അവരെന്നെ അതേ ബ്രാൻഡ്. ഏറ്റവും നല്ല വയ്ക്കാറുള്ള 350 രൂപ പെർ kg. 350 പെർ kg. ഇനി അത് എല്ലാത്തിന്റെയും വില ആള് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതും HD കമ്മിയുടെ കരിഞ്ജീരകം HD കമ്മിയുടെ 400 രൂപ കിലോ. കിലോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 350 കൊടുക്കും. ലൂസൊക്കെ ആണെങ്കിൽ 400 രൂപ വരും. ഒരു കിലോയ്ക്ക് 400 അല്ല, ഒരു കിലോക്ക് 350 ഞങ്ങൾ വെക്കണം. 350 രൂപ. ലൂസ് ആണെങ്കിൽ 100 gram 240 രൂപ ഇടും. അത്തിപ്പഴം. ഈ സ്റ്റോക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾ വേറെ ചരക്കുണ്ട്. ഇതിപ്പോ ഇവിടെ കൗണ്ടറിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ഏറ്റവും നല്ലത് മാത്രമേ ഉള്ളൂ. 1250 രൂപ വില കിലോഗ്രാമിന്. ഇതിന്റെ ജൂനിയർ പതിപ്പൊക്കെ ഇറങ്ങുന്നുണ്ട്. അത് 1000 രൂപയ്ക്കും 900 രൂപയ്ക്കും 1100 രൂപയ്ക്കും കിട്ടും. 1100 ഐറ്റം ഞങ്ങളിലുണ്ട്. ചെറുത് വേണം ചോദിക്കണവർക്ക്. അത്തിപ്പഴം ഫസ്റ്റ് ഐറ്റം 1250 1250. ഇത് പിസ്ത മറ്റേ തോട് കളഞ്ഞത്. അതായത് ഉപ്പുണ്ടാവില്ല, റോസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കിലോഗ്രാമിന് 2100. 2100 രൂപ. ഏറ്റവും നല്ല പിസ്ത തോട് കളഞ്ഞിട്ടുള്ള 2100 രൂപ. മത്തക്കുരു 600 രൂപ കിലോഗ്രാം. ഒരു കിലോന് 600 രൂപ. ഇനി അടുത്തതേ ഉണക്കമുന്തിരി ബ്ലാക്ക്. ഇത് യംസ്റ്റാർ ബ്രാൻഡിന്റെ ഏറ്റവും നമ്പർ 1 ഐറ്റം. കിലോഗ്രാമിന് ഇപ്പോഴത്തെ വില 660 രൂപയാണ്. അത് ഒരു പാക്കറ്റ് 250 ഗ്രാമാണ്. 165 രൂപ 250 ഗ്രാമിന്റെ ഈ പാക്കിന്, ഈ സ്റ്റാൻഡിങ് പൗച്ചിന്. അപ്പോൾ ചോദിക്കും 400 രൂപ 450 രൂപയ്ക്കിലും ഉണ്ടായിരുന്നു. ശരിയാണ്. ഒരു മാസത്തിനുള്ളിൽ ഈ സാധനം കിലോഗ്രാമിന് 200 രൂപ കൂടി. ഇത് മാത്രം അങ്ങനെ വന്നിട്ടില്ല. അല്ലാണ്ട് നമ്മളായിട്ട് വെറുതെ കൂട്ടിയിട്ട് വാങ്ങണതല്ല. അത് ഒരിക്കലും ചെയ്യില്ല. അടുത്തത് കുരുള്ള മുന്തിരി 250 ഗ്രാമിൻ്റെ പാക്കാണ്. 85 രൂപ. അപ്പോൾ ഒരു കിലോഗ്രാമിന് 340 റുപ്പീസ് ഉള്ളൂ. സാധാരണ കുരുല്ലാത്ത മുന്തിരിക്കാണ് ഇതിനേക്കും കുറവ് വരാറ്. എന്നാൽ ഇത്തവണ ഈ ഒരു മാസത്തിനുള്ളിൽ ആ ചരക്ക് സപ്ലൈ വീക്കായിട്ട് വില കൂടാൻ ഇട വന്നു. അങ്ങനെയാണ് ഇതിനേക്കാളും 200 രൂപ കിലോഗ്രാമിന് കൂടി. 200-300 രൂപയോളം കിലോഗ്രാമിന് കൂടി. സാധനം ഇതിലേക്ക് താഴെ ഉണ്ടാവാറുള്ളൂ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ. പിന്നെ ഞങ്ങളുള്ളത് ഒലിവ് ഓയിലുകൾ. ഒലിവ് ഓയിൽ കിൻസ്ഫോക്ക് ബ്രാൻഡ്. ഇത് 1 ലിറ്റർ
ഇതിന്റെ MRP 1100 അപ്പൊ പല കടകളിലും 1100 രൂപയ്ക്ക് 2 എണ്ണം പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ 2 എണ്ണം കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് സംശയമുണ്ട് എനിക്ക്. എവിടേക്കോ ഉണ്ട് 1+1 അല്ലെങ്കിൽ 1500 രൂപ MRP 1+1. ഇവിടെ 1100 രൂപ ഇതിന്റെ വില. പക്ഷെ നമ്മൾ 1100 വെച്ചാൽ നമുക്ക് 10% കുറച്ചിട്ട് 1000 എന്നൊക്കെ പറയാനൊക്കെ അറിയാവുന്നുണ്ടല്ലോ. നമ്മുടെ 600 രൂപ കിലോ, 1 ലിറ്ററിന് 600 രൂപ. കാരണം അതിൽ ഓവർ പ്രൈസാണ് ഇതിൽ പ്രിന്റ് ചെയ്ത് അവരിറക്കണത് ഒരുമാതിരി എല്ലാ കമ്പനികളിലും. അപ്പം നമ്മൾ 1100-ന് 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ വരുന്നവർ മണ്ടന്മാരൊന്നല്ല, അല്ല അറിഞ്ഞു വരുന്നവരാ. അപ്പോൾ അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റീസണബിൾ മാറിയിട്ട് വിൽക്കുക എന്നുള്ളതാണ്. റീസണബിൾ ആയിരിക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും. പോമീസ് ഒലിവ് ഓയിൽ, അതായത് 2 ടൈപ്പ് ഉണ്ട്. ഇത് വെളിച്ചെണ്ണയ്ക്ക് പകരം ഉപയോഗിക്കണത്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഉപയോഗിക്കണം. ഈ ഇതിൻ്റെ MRP എത്ര കിടക്കുന്നോട്ടെ, ഒരു 8 മിനിറ്റ്. ഇതിൽ 699 രൂപ അവർ അടിച്ചിട്ടുള്ളൂ. ഞങ്ങൾ വിൽക്കണതിൽ 500 രൂപ, 500 രൂപ വിൽക്കും. പിന്നെയുള്ളത് റോസ്റ്റഡ് കോക്കനട്ട് ഓയിൽ. ഇത് കമ്പനിയിൽ നിന്ന് നേരിട്ടെടുക്കുന്നത്, പച്ചത്തേങ്ങ എടുത്തിട്ടുള്ളതാണ്. ഇത് 210 MRP, 1 ലിറ്ററാണ്. 200 രൂപയ്ക്ക് ഞങ്ങളോട് വിൽക്കണം. സാധാരണ വെളിച്ചെണ്ണയ്ക്ക് എത്രയാണ്? 170 ഇല്ലേ? ഞാനിത് റോസ്റ്റഡ് വെളിച്ചെണ്ണയ്ക്ക് 200 രൂപ ഞങ്ങൾ വാങ്ങിക്കണത്. നാടൻ തേനാണ്. ഫാമുകളിൽ വർക്ക് ചെയ്യണതാണ്. അത് മുണ്ടൊരു ഭാഗത്ത് പാലക്കാട് ജില്ലയിൽ പ്രൊഫഷണലായിട്ട് ഒരാൾ കൃഷി ചെയ്യുന്നുണ്ട്, ബൾക്ക് ഏരിയയിൽ പാട്ടത്തിനെടുത്തിട്ട്. അവിടുന്ന് ഇത് 1 kgക്ക് 360 രൂപ, 360. 360 ഏറ്റവും ടോപ്പിന് വെള്ളമൊക്കെ പറ്റിച്ചിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ട് വെള്ളം പറ്റിച്ചിട്ടുള്ള ഇതിന്റെ കണ്ടന്റാണ് മെയിനായിട്ടെന്ന് അർത്ഥം. വെള്ളം വാർത്ത് കളഞ്ഞിട്ടുള്ള അതെന്ന് പറഞ്ഞാൽ അട്ടപ്പാടി എന്ന് വരണ്ട. അതായത് അട്ടപ്പാടി ഫോറസ്റ്റിൽ നിന്ന് അല്ല ശരിക്കും, എന്നാൽ ഫോറസ്റ്റിന്റെ ബൗണ്ടറിയിൽ കൃഷി ചെയ്യുന്ന സംഗതിയാണ്. ഫോറസ്റ്റ് സ്റ്റാൻഡേർഡ് ടേസ്റ്റിനാണ്. എന്ന് കഴിച്ചു നോക്കിയിട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നോട് വഴക്ക് പറഞ്ഞോളാം. ഒരു പൊട്ട് മതി. ഇതിനെന്താ വില? ഇത് കിലോ 700 രൂപ. ഇത് ചെറുതേനല്ലോ? അല്ലല്ല, ചെറുതേന അത്രയ്ക്ക് വില കിട്ടില്ല. ഇത് 700 രൂപ. ഇത് കൈട്ടി ഇത് 1/2 കിലോൻ്റെ ആണ് 360 രൂപ. 1/2 കിലോ ആകുമ്പോൾ 360 രൂപ. കാരണം ഇതിന്റെ ബോട്ടിൽ കോസ്റ്റ്ലിയാണ്. അതാണ് അതിന്റെ റീസൺ. നല്ല രസമുണ്ട്. കുന്തിരിക്കം ചോക്ലേറ്റ്, ഡിഫറെന്റ് ടൈപ്സ് ചോക്ലേറ്റുകളുണ്ട്. ജനറൽ ആയിട്ട് ഫാസ്റ്റ് മൂവിംഗ് ചോക്ലേറ്റ്. അതുകൂടാതെ ഉണ്ട് ഞങ്ങളില് പനങ്കൽക്കണ്ടൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് കൺസ്യൂം ചെയ്യാറുണ്ട്. പിന്നെ നല്ല HD ബ്രാൻഡിന്റെ കപ്പലുണ്ട്. ശർക്കര വെറും ശർക്കര ഇല്ല, ഇത് ഫിൽറ്റേർഡ് ശർക്കരയാണ്. കിലോന് 100 രൂപ. അതായത് ഇവിടെ മാർക്കറ്റിൽ കിട്ടാൻ വിഷമമാണ് സാധനം. കിലോഗ്രാമിന് 100 രൂപ ഉള്ളത്. പിന്നെ പെർഫ്യൂമുകളാണ് പലതരം. അതായത് ഫ്രാഗ്രൻസ് എവിടെയുണ്ടോ അതിലേക്കെല്ലാം ഈ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇതില്ല, അതുകൊണ്ട് സോപ്പോ അല്ലെങ്കിൽ ഷാമ്പൂ ഏത് സുഗന്ധദ്രവ്യം ഉണ്ടാക്കാൻ ഈ ഓയിൽ ഉണ്ടായിരിക്കണം. ഞാൻ കാണിച്ചാ കോബ്ര എന്ന് പറയുന്നത്. കോബ്ര വേറെ ഐറ്റം കാണിച്ചു. ഞാൻ നല്ലൊരു സാധനം കാണിച്ചു തരാം. ഈ സംഗതിയാണ്. ഇതെങ്ങനെയാണ് നോക്കാം. മോനെ അങ്ങോട്ട് കഴിയിട്ടളാ. അങ്ങനെയൊന്നല്ല, ഇവൻ്റെ ഗുമ്മ വേറെയാ. ഇത് അധികം തേച്ചാലും കൺഫ്യൂഷൻ പറ്റാം. എങ്ങനെയുണ്ടത്? ഇത് ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടുന്ന് തല്ലി കളഞ്ഞാൽ പോവില്ല. ഇത് മേടിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കോംപ്ലിമെന്റ് തരാൻ പോവാ. എക്സ്റ്റേണൽ ലവ്. ഇത് നമ്പർ 1 ആയിട്ടാണ്. ഇതൊക്കെ ഇത് ശരിക്കും അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കണം. എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. എനിക്കറിയാതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഭയങ്കര സെയിലായി സാധനം. ഇത്തരം ഓയിലുകൾ ഭയങ്കര സെയിൽ. ഇതില്ലാണ്ട് ഒരു തരം സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അത് ചെമ്പകം, തനി ചെമ്പകം. അത് വേണോ? ഞാൻ തരാം. ഇത് തനി ചെമ്പകം. ഇത് പക്ഷേ വളരെ കുറച്ച് പേര് അതിനോട് യോജിപ്പുള്ളൂ. അധികം പേരും വേറെ അതർ റേറ്റ്. പക്ഷെ നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് സന്തോഷമായിട്ടുള്ളത്. കാരണം വെച്ചാൽ ഒരാൾ ചോദിച്ചു മേടിച്ചല്ലോ ചെമ്പകം. ഇതിനൊക്കെ എന്ത് വിലയുണ്ട്? ഇത് 50 രൂപ പറഞ്ഞു. ഒരു ബോട്ടിൽ 50 രൂപ. ഇങ്ങനത്തെ ഒരു ബോട്ടിലിന് 50 രൂപ. എല്ലാ ഐറ്റത്തിനും അല്ല, പലതിനും പല വില. നേരത്തെ എട്ടാണ് ലവ് എന്ന് പറയുന്നില്ലേ, അത് 130 രൂപ വില ഒരു ബോട്ടിലിന്. നല്ല മണം. അപ്പൊ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇനി ആൾക്ക് 2 വാക്ക് കൂടി സംസാരിക്കേണ്ടെന്ന് അവസാനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ 2 വാക്ക് പറയും. അതായത് ഞങ്ങളിവിടെ 1000 രൂപയുടെ പർച്ചേസ്, 1500 രൂപയുടെ പർച്ചേസ്, 1000 രൂപയ്ക്കായിരുന്നു. ഇപ്പോൾ 1500 രൂപയുടെ പർച്ചേസ് നടത്തിയാൽ 1500 രൂപയുടെ ബില്ലിങ്ങിൽ 200 ഡേറ്റ്സ് 240 രൂപ വില വരുന്നത്. തികച്ചും സൗജന്യമാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ സൗജന്യം കിട്ടുന്നതിൻ്റെ പേരിൽ അത് പ്രൊഡക്റ്റുകൾക്ക് വില കൂട്ടുന്ന തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വാങ്ങിക്കരുത്. അങ്ങനെ ചെയ്യില്ല. അതിന്റെ പേരിൽ വില കൂട്ടിയിട്ടില്ല, ഉറപ്പായിട്ടും.
നിങ്ങൾ സംശയം പറഞ്ഞോ, ഞങ്ങൾ പറയണം, ഞങ്ങൾ ചോദ്യം ചെയ്യണം. കാരണം വെച്ചാൽ കസ്റ്റമറുടെ അവകാശങ്ങൾ 240 വരെ ഈന്തപ്പഴം 200 ഗ്രാം ഫ്രീ 1500 രൂപയുടെ ബില്ലിങ്ങിന്. എന്നല്ല, വിദേശ രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഒരുപാട് പേര് കുടിയേറിയിട്ടുള്ളത്. അവരുടെ വേണ്ടപ്പെട്ടവരെല്ലാവരും നാട്ടിലുണ്ട്. നാട്ടിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുള്ളതാണെന്ന് അറിയാം. ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കൊറിയർ അയച്ചു കിട്ടുമോ എന്ന്. ഉറപ്പായിട്ട് അയച്ചു കൊടുക്കും. മിനിമം ഒരു 1000 രൂപയ്ക്കെങ്കിലും ബില്ല് ചെയ്യണം. അതാണ് ഞങ്ങൾക്ക് കാരണം ഒരു ബണ്ടിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എഫർട്ട് ഉണ്ട്. പിന്നെ ഇത് ഷിഫ്റ്റ് ചെയ്യില്ല, അങ്ങനെ കുറേ കാര്യം. പിന്നെ ഉത്തരവാദിത്തം വലിയ ഉത്തരവാദിത്തം. കാരണം ഇത് കസ്റ്റമറായില്ലേ എത്ര വരയ്ക്ക് നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ 1000 രൂപയ്ക്കെങ്കിലും ബില്ല് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കൊറിയർ തരും. കൊറിയർ നമ്പർ, കൊറിയർ ചാർജ് നിങ്ങൾ കസ്റ്റമർ ഈടാക്കേണ്ടി വരും. അപ്പോൾ അതിലും ഫ്രീ കൊടുക്കും. 1500 ബില്ലിങ്ങിന് 200 2 ഡേറ്റ്സ്. അത് ഇപ്പോഴത്തെ ഓഫറാണ്. ഈ വീഡിയോ കാണുന്ന ഇപ്പോൾ ഒരു 2 മാസമൊക്കെ എന്തായാലും കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും. പക്ഷേ എല്ലാ കാലത്തും പെറ്റിക്കോളം ചേഞ്ചസ് വരാം, എന്ത് കാര്യത്തിലും മാറ്റങ്ങൾ വരാം. പഴയ കാലത്ത് വാങ്ങിച്ചിട്ട് ശമ്പളമൊന്നുമല്ല ഇപ്പോൾ മേടിക്കുന്നത് പലരും. പഴയ കാലത്തെ കൂലിയല്ല ഇപ്പോഴത്തെ കൂലി. മാറ്റങ്ങളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേഞ്ചസ് വരാം, അതിനനുസരിച്ച് നമ്മളും മാറ്റങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ കൂട്ടാം, കുറയ്ക്കാൻ സംഭവിക്കാം. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. അപ്പോൾ ഓണത്തിന് ഗംഭീരമായ ആഘോഷമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഫോൺ നമ്പർ, ബുക്ക് ചെയ്യേണ്ട ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ ഉണ്ട്. വാട്സപ്പ് നമ്പർ ഉണ്ട്. പിന്നെ ഗൂഗിൾ ലൊക്കേഷൻ മാപ്പ് അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ആൾ ഞങ്ങൾക്കായിട്ട് ചെറിയൊരു കോംപ്ലിമെന്റ് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ പഴയ അടുപ്പക്കാരാണ്. അപ്പോൾ ഈ ചെറിയ കച്ചവടം അല്ല, ഇങ്ങോട്ട് വരുമ്പോൾ അമ്മ ഞാൻ ഇവിടെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അമ്മയുടെ ഫോൺ വന്നു. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവാണെന്ന് പറഞ്ഞപ്പോൾ ഇടിക്കാൻ ചോദിച്ചപ്പോൾ ഈ സ്ഥലത്തേക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ 1 കിലോ ഈന്തപ്പഴം 1 കിലോ മത്തങ്ങകൂര് 1 കിലോ ഒന്നും വേണ്ട, പിന്നെ ബദാം പിസ്തൊക്കെ വേണം കേട്ടോ. ഇത് അജു വാങ്ങിയ സാധനങ്ങൾ കോംപ്ലിമെന്റ് കൊടുത്ത് വേറെ ഉണ്ട്. ഞങ്ങളോട് ഞങ്ങൾക്കും കിട്ടി, ഞങ്ങൾക്കും ഫ്രീ ആയിട്ടുള്ള ഈന്തപ്പഴം കിട്ടിയിട്ടാ. അപ്പോൾ ഇവർക്ക് തൃശ്ശൂർ കിഴക്കേ കോട്ടയിൽ സൺ ടവറിൽ ഒരു കടയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്പറും കൂടി കൊടുക്കാം, അഡ്രസ്സും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നീങ്ങാണ്. അപ്പോൾ രാജ്യം ബാബു ചേട്ടൻ്റെ കടനെ നിങ്ങളുടെ എല്ലാവരും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് എന്താ ബാധ്യത ഞങ്ങളെ അറിയിക്കണം. ഓക്കെ, അതും കൂടി പറയാം. എന്ത് കുഴപ്പമുണ്ടെങ്കിലും പറയണമെന്ന്. അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ ഞങ്ങൾ നീങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം.